ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. റിലയൻസിൻ്റെ കൂടാതെ കുറച്ച് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഒരു ഗെയിനാണ് ഇന്നലെ നിഫ്റ്റി 3 ദിവസത്തെ കണ്ടിന്യൂസ് ഫോളിൽ നിന്ന് മുക്തി നേടിയത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും റെഡിലാണ് ക്ലോസ് നടത്തിയത്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ ഏകദേശം 20-25% താരിഫ് ആയിരിക്കാം ഉണ്ടാകുക എന്നുള്ള ഒരു വാണിങ്ങും ട്രംപ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇന്ന് US നിന്ന് GDP ഡേറ്റയും ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മീറ്റിങ്ങും ഇന്ന് ഉണ്ട്. ആസ്റ്റർ, BML, ക്യാംസ്, ഇൻഡസ് ടവർ, PTC തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇതിനിടെ നമുക്ക് NSTLൻ്റെ IPO ഇന്ന് മുതൽ ഓപ്പൺ ആവും. 4011 കോടി രൂപയുടെ IPO. 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് നമുക്കുള്ളത്, NSTLും CDSലും. CDSൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. NSTLൻ്റെ IPO വരുന്നുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.4 എന്ന നിലയിൽ സ്ലൈറ്റ്ലി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് വാർത്തകൾ, ബ്രേക്കിംഗ് വാർത്തകൾ. ഗ്ലോബൽ ന്യൂസ് നോക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇന്നലെ ക്ലോസായ നാസ്ഡാക്കും ഡോയും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഇന്നലെ ഇന്ത്യ വിക്സ് 5% ക്രാഷ് ചെയ്ത് കാണാൻ സാധിക്കും. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവേ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല. ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്സ്റ്റോക്ക് സഹായിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിലെ ലിങ്ക് ഉപയോഗിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം NTPC ആണ്. 5.8% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായി. 4774 കോടി രൂപ കരസ്ഥമാക്കി. L&T കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% ഇയർ ഓൺ ഇയർ ഉയർന്ന് 3617 കോടി രൂപ കരസ്ഥമാക്കി. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 32% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52% വർദ്ധിച്ച് 276 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 271 കോടി രൂപ, 93% വർധനവുണ്ട്. സ്റ്റാർ ഹെൽത്ത് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇടിവ് ഉണ്ടാക്കി ഈ തവണ. ഗലറ്റ് ഐസ്പാക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 42% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ASK ഓട്ടോമോട്ടീവ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി 66 കോടി രൂപ കരസ്ഥമാക്കി. ബ്ലൂ ഡാർട്ട് കമ്പനി കൊറിയർ ഡെലിവറി കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 8.6% ഡിക്ലൈൻ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ത്രിവേണി എഞ്ചിനീയറിംഗ് കമ്പനി 31 കോടി രൂപയിൽ നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. വെർണോവ കമ്പനി 134 നിന്ന് 291 പ്രോഫിറ്റ് വർദ്ധിച്ചു. ടൈമെക്സ് ഗ്രൂപ്പ് കമ്പനി 2 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തകളുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി 217 നിന്ന് 391 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റിയുടെ സ്പോട്ട് 24,821 ആണ്. 25,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കാണാൻ സാധിക്കും. 25,000 അടുത്ത് ഒരു വലിയ ലോങ് ബാർ കാണാം. PCR 0.7 എന്ന നിലയിലാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ കാണാം. PCR 0.5 ആയിരുന്നു, 0.7 ആയി. അൾട്രാ ബീറിഷ് അല്ലെങ്കിൽ മാർക്കറ്റിനെ ഹ്യൂജ് ഷോർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറെക്കുറെ ആളുകൾ പുട്ട് സൈഡിലൊക്കെ 24,500 റേഞ്ചുകളൊക്കെ മേജർ സപ്പോർട്ട് സോണായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഡേറ്റാസാണ്. അപ്സ്റ്റോക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീയും ആണ്. അപ്പോൾ എനിവേ നമുക്ക് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. താങ്ക് യു.